ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് അനിമേക്കായും ഡൗൺ ആയിരിക്കുകയാണ്. അനിമേ പൈറസി വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കുകയാണ്. ഇതിന് കാരണം ക്രഞ്ചി റോൾ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അവരുടെ വ്യൂവർഷിപ്പ് ബേസ് കുറയുന്നത് കൊണ്ട് അവരുടെ റവന്യൂ ഈ കഴിഞ്ഞ വർഷങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞതുകൊണ്ടുമാണ്. കാരണം അവർ തന്നെയാണ് കാരണം 86 ഡാമാച്ച് പോലുള്ള അനിമകൾ ക്രഞ്ചി റോളിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുന്നത്. ഇപ്പൊ ഇറങ്ങിയ റീസീറോയുടെ ഏറ്റവും പുതിയ സീസൺ അവര് സൗത്ത് ഏഷ്യൻ ഏഷ്യയിൽ നിന്ന് കംപ്ലീറ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ വ്യൂവർഷിപ്പ് ഓൾറെഡി കുറയും. അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരുടെ തന്നെ എണ്ണത്തിൽ വലിയ കുറവൊക്കെ ഉണ്ട്. പഴയ അനിമകളൊക്കെ ഉണ്ട്, ഈ 80s 90s അനിമേസ് ഞാനൊക്കെ കണ്ടു വളർന്ന പല അനിമകളുണ്ട്. അപ്പൊ നമുക്ക് റീവാച്ച് ചെയ്യുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അതവിടെ കാണാറില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവര് പുതിയ അനിമകൾ മാത്രമേ ഇവര് കൊണ്ടുവരുന്നുണ്ടെന്നും ആൾക്കാർ ഇങ്ങനെയുള്ള പൈറസി സൈറ്റുകളൊക്കെ തപ്പി നടക്കാറുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ പ്രേക്ഷകർ അന്വേഷിച്ച് കിടക്കുന്നത് ഇവിടെ അനിമ കാണാനായിട്ടുള്ള വെബ്സൈറ്റുകളായിരിക്കും. അതിന് പ്രേക്ഷകർ വളരെയധികം വെബ്സൈറ്റുകൾ, ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ചുമ്മാ ഇങ്ങനെ തോണ്ടി നടക്കുകയായിരിക്കും. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഓൾറെഡി 58ഓളം വെബ്സൈറ്റുകൾ കാറ്റഗറൈസ് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് ഏറ്റവും നല്ലത് തൊട്ട് ഏറ്റവും താഴെ വരെയുള്ള വെബ്സൈറ്റുകൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം 19ഓളം വെബ്സൈറ്റുകൾ എൻ്റെ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിൽ ചിലതിൽ കുക്കി കളക്ടേഴ്സ്, ട്രാക്കേഴ്സ്, ജിയോ റെസ്ട്രിക്ഷൻസ് ഉള്ള ചില വെബ്സൈറ്റുകളുണ്ട്. പിന്നെ ചില വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഉള്ള വെബ്സൈറ്റുകളൊക്കെ ഞാനും ഒഴിവാക്കിയിട്ടുണ്ട് മാക്സിമം. ഏറ്റവും നല്ലത് ടോർ എക്സ്റ്റൻഷൻ എനേബിൾ ആയിട്ടുള്ള ബ്രേവ് ബ്രൗസർ ഉപയോഗിക്കുന്നതായിരിക്കും. ടോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ റെസ്ട്രിക്ഷൻസ് ബൈപ്പാസ് ചെയ്യും. മൾട്ടിപ്പിൾ നോഡുകൾ കണക്ട് ചെയ്തിട്ടാണ് അവർ ട്രാഫിക് കൊണ്ടുപോകുന്നത്. ബ്രേവിലൂടെ നമുക്ക് ഈ കുക്കി കളക്ടേഴ്സ്, ട്രാക്കേഴ്സ്, ആഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് മാറ്റി ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് 1000ഓളം അനിമകൾ എൻ്റെ ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുള്ള 19ഓളം അനിമകൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടെലിഗ്രാമിന്റെ അകത്ത് എനിക്ക് 2 ചാനലുകളുണ്ട്. ഡബ്ഡ് അനിമേ മൂവീസും ഡബ്ഡ് അനിമേ ഷോസും എന്ന് പറഞ്ഞ 2 സെക്ഷനായിട്ട് അതിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 58 വെബ്സൈറ്റുകളുടെ ലിസ്റ്റും ഈ ടെലിഗ്രാം ചാനലുകളും പ്രേക്ഷകർക്ക് എങ്ങനെ കിട്ടണമെന്നല്ലേ, അതിന് എവിടെയും പോയി കമന്റും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിന്റെയും അവരുടെ മറ്റേ പ്ലാറ്റ്ഫോം ഒരു കോർപ്പറേറ്റുകളാണല്ലോ. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാസ് കൈമാറിയിട്ട് നമ്മൾ ഈ ഡേറ്റാസ്, അതായത് ഈ വെബ്സൈറ്റുകളൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് കമന്റ് അത് പിടിക്കുകയും അപ്പൊ തന്നെ അത് ബാൻ ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് അതൊന്നും മുതിരണ്ട. ഈ വെബ്സൈറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ വാട്സപ്പ് ചെയ്താലും മാത്രം മതി. ഞാൻ ഈ വെബ്സൈറ്റ് അതുപോലെ തന്നെ എന്റെ ടെലിഗ്രാം പേജും പ്രേക്ഷകർക്ക് അയച്ചു തരാം. പക്ഷെ ഒരു കാരണം വെച്ചാൽ യാതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റ് ചെയ്ത് ഗൂഗിൾ കീപ്സിലോ ഡ്രൈവിൽ പ്രേക്ഷകർ ഈ ലിസ്റ്റ് ടെലിഗ്രാമിന്റെ ലിങ്കും അവിടെ സേവ് ചെയ്തും കിട്ടുന്ന അത് പ്രേക്ഷകരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. ഷെയർ ഒന്നും ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റും ഡൗൺ ആയിട്ട് അങ്ങ് പോകും. ഈ വീഡിയോ വേണമെങ്കിൽ പ്രേക്ഷകർ മാക്സിമം ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എന്റെ വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് എന്നെ മെസ്സേജ് ചെയ്താലും മതി. ഇനി പ്രേക്ഷകർക്ക് എന്ത് വേണം? പ്രേക്ഷകർക്ക് മാങ്ക വായിക്കുന്ന ലിസ്റ്റ് വേണോ? അടുത്ത വീഡിയോയിൽ ബൈ ബൈ. കൂടുതൽ അനിമേ വിശേഷങ്ങൾക്കായി മല്ലു അനിമേ ടോക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.